Good morning everyone. Hello guys and welcome back to my YouTube channel. എൻ്റെ ഫേസ് ഒന്ന് നോക്കിയേ ഗൈസ്, നല്ല രസമില്ലേ കാണാനായിട്ട്. മുഖത്ത് ഞാൻ എണ്ണിട്ടിട്ടുള്ളതോ ഒന്നുമല്ല, കാലത്ത് ഞാൻ ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ. എണീക്കാൻ കുറച്ച് ലേറ്റായി, വേറെ ഒന്നുമില്ല. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എണീക്കാൻ തോന്നിയില്ല, മടി പിടിച്ച് കുറച്ചധികം നേരം കിടന്നു. ഇപ്പോൾ എണീറ്റുള്ളൂ. അപ്പോൾ കാലത്ത് എണീറ്റ് വരുമ്പോൾ എൻ്റെ ഫേസ് ഇങ്ങനെയാണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, എൻ്റെ ഫേസ് ഓയിലി സ്കിൻ ടൈപ്പാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുണ്ടായിരുന്നില്ലല്ലോ. അത് ഇങ്ങനെയാണ് എൻ്റെ ഫേസ് കാലത്ത് എണീറ്റ് വരുമ്പോൾ. ഫേസിൽ വേറെ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. എൻ്റെ രാത്രി ഞാൻ കിടക്കുന്ന സമയത്ത് ഇട്ടിട്ടുള്ള എൻ്റെ ട്രീറ്റ്മെൻറ്റ് ക്രീം ഉണ്ട്, അതുമാത്രമേ ഫേസിലുള്ളൂ, വേറെ ഒന്നുമില്ല. കാലത്ത് എണീറ്റ് വരുമ്പോൾ എൻ്റെ ഫേസിൽ നിന്ന് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് തുടച്ച് കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പറ്റും ഓയിൽ. അത്രയും എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, കുറച്ചധികം ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ചെയ്യാനായിട്ട്. സോ ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഗെയിൻ വർക്കിന് ബാക്ക് ടു വർക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. എന്നല്ല ജോയിൻ ചെയ്യുന്നത്, ഞാൻ എൻ്റെ ലൈവിൽ വരുന്നവർക്ക് പലർക്കും അറിയാവുന്ന പോലെ തന്നെ ഞാൻ ടോണി ആൻഡ് ഗായ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു UK ബേസ്ഡ് സലോണിൻ്റെ സീനിയർ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെയുള്ള ബ്രാഞ്ചിലല്ല ഞാൻ ജോയിൻ ചെയ്യുന്നത്, കുറച്ച് ദൂരെയുള്ളതാണ്. ഞാൻ ഇതിന് മുന്നേ വർക്ക് ചെയ്തിരുന്ന സെയിം ബ്രാഞ്ചിൽ തന്നെയാണ് ഞാൻ റീജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവിടെ സ്റ്റേ ചെയ്യാനായിട്ടുള്ള വീട് നോക്കാനായിട്ട് പോവാണെന്ന് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് December 31st, ഇയറിൻ്റെ ലാസ്റ്റ് ഡേ. അപ്പോൾ നെക്സ്റ്റ് ഇയർ ഫസ്റ്റ് തൊട്ടിട്ട് തന്നെ വർക്കിന് ജോയിൻ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, ഹോപ്പ്ഫുള്ളി. അപ്പോൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ ഫസ്റ്റ് തൊട്ടിട്ട് തന്നെ, അതായത് 2025 January 1st ന്യൂ ഇയറിന് തന്നെ പണിയെടുത്ത് തുടങ്ങാം. നമ്മൾ എന്ത് ന്യൂ ഇയറിന് ചെയ്യുന്നു അത് തന്നെയായിരിക്കും നമ്മുടെ ഒരു വർഷം ഫുള്ള് ത്രൂ ഔട്ട് ഉണ്ടാവുക എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയാണോ നമുക്ക് നോക്കി വെക്കാം. ഹോപ്പ്ഫുള്ളി ഈ വർഷമെങ്കിലും ഞാൻ രക്ഷപ്പെടുമായിരിക്കും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ എൻ്റെ വർക്ക് പ്ലേസിലോട്ട് പോവുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുകയാണ്. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 hours ഡ്രൈവ് ഉണ്ട്, അല്ലെങ്കിൽ ട്രാവലിംഗ് ഉണ്ട് അവിടേക്ക്. ഞാൻ ചിലപ്പോഴായിരിക്കും ഡിയോയിൽ പോകുന്നുണ്ടാവുക, എൻ്റെ വണ്ടിയിൽ പോകുന്നുണ്ടാവുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും ബസ്സിലായിരിക്കും പോകും. ബിക്കോസ് നല്ല വെയിലെന്ന് പറഞ്ഞാൽ അമ്മാതിരി വെയിലാണ്, പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്തത്ര വെയിലാണ്. സോ ഞാൻ ഓൾറെഡി എന്താ പറയുക, കരുവാളിപ്പും കാര്യങ്ങളൊക്കെ മാറി നോർമലി എന്താ പറയുക എൻ്റെ നാച്ചുറൽ സ്കിൻ ടോണിലോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ ഞാൻ പോയിട്ടൊന്ന് റെഡി ആവട്ടെ, ചായയൊക്കെ കുടിച്ച് ഒന്ന് റെഡി ആയിട്ട് ഇറങ്ങാൻ നോക്കട്ടെ. ഇപ്പോൾ 10 മണിയായി, എനിക്കൊരു 12 മണി 12:30 ഇറങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നടന്നാൽ മതിയായിരുന്നു. അപ്പം ഇനി എൻ്റെ റെഡി ആയിട്ട് കാണാം. എൻ്റെ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കണ്ടോ തിളങ്ങുന്ന കണ്ടോ ഗൈസ്, ഇത് വേറെ ഒന്നല്ല, സൺസ്ക്രീൻ വാരിപ്പൊത്തിയിട്ടുണ്ട്. ഞാൻ ഫേസിലോട്ട് യൂസ് ചെയ്യുന്ന, ഫേസിലോട്ടില്ലല്ലോ ബോഡിയിലോട്ട് യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ഇതാണ്. ഇത് ഞാൻ ന്യൂസിലാൻഡിലായിരുന്നപ്പോൾ ചേട്ടൻ അമ്മയ്ക്ക് മേടിച്ചു കൊടുത്ത സൺസ്ക്രീനാണ്. ഞാൻ അടിച്ചു മാറ്റി, ചേട്ടൻ അടിച്ചു മാറ്റതല്ല, ഞാൻ അമ്മയും കൂടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല, ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ മുടി ഉണങ്ങാൻ നിൽക്കാറുണ്ട്, എനിക്ക് സമയമില്ല. ഞാൻ ഫേസിലും ബോഡിയിലൊക്കെ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് പൗഡർ ഇടണം, ബിക്കോസ് ഇറ്റ്സ് റിയലി ഓയിലി. അത്രേ ഉള്ളൂ. എൻ്റെ മേക്കപ്പ് കുറച്ച് പൗഡർ ഇടണം, ലിപ് ബാം ഇട്ടിട്ടുണ്ട് ഓൾറെഡി, കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കണം, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് കാണാം. ബിക്കോസ് അധികം വീഡിയോ എടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഓൾറെഡി 12 മണിയായി, ഇനി അധികം വീഡിയോ എടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ ലേറ്റ് ആവും. എനിക്ക് അവിടെ ചെന്നിട്ട് കുറച്ചധികം പരിപാടികളുള്ളത് കൊണ്ട് തന്നെ ഞാൻ പോകാൻ നോക്കട്ടെ.
കാണുന്നതാണ് എൻ്റെ വർക്ക് പ്ലേസ്. സിനാന് ഷുഗർ കട്ടല്ലായിരുന്നു, സിനാന് കൊടുക്കണ്ടായിരുന്നു. ഹലോ ഗൈസ്, ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. പക്ഷെ ഇന്നലെ എനിക്ക് വ്ലോഗും കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഇൻകംപ്ലീറ്റ് വ്ലോഗാണ്. വ്ലോഗെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനെൻ്റെ വർക്ക് പ്ലേസിലോട്ട് കുറേ മാസങ്ങൾക്ക് ശേഷം പോയപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുക്കുന്നുള്ളൂ. വ്ലോഗെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. സോ ഹോപ്പ്ഫുള്ളി ഞാൻ ആസ് സൂൺ ആസ് പോസിബിൾ അഗെയിൻ ബാക്ക് ടു വർക്കിലോട്ട് തിരിച്ചു കയറാൻ പോവാണ്. ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ചു. ഇന്നലെ ന്യൂ ഇയർ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ കേക്ക് കട്ടിങ് കഴിഞ്ഞ ശേഷം പിന്നെ ബാക്കി ന്യൂ ഇയർ സെലിബ്രേഷനും കാര്യങ്ങളും പിന്നെ അവിടുത്തെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു ഞാൻ. സോ എനിക്ക് വ്ലോഗൊന്നും എടുക്കാനോ കംപ്ലീറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല. അത് കഴിഞ്ഞ് രാത്രി ഞാൻ വീട്ടിലോട്ട് എത്തിയിട്ട് പിന്നെ ബാക്കി ന്യൂ ഇയർ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ വ്ലോഗൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ബൈ ദ വേ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കുന്നു. നിങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻസ് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാം. അങ്ങനെ അപ്പോൾ ഇനി വരുന്നൊരു വർഷം എല്ലാവർക്കും അടിപൊളിയാവട്ടെ, എനിക്കും അടിപൊളിയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ബൈ.